കേരളത്തിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് പറയേണ്ടി വന്നിരുന്നു അതുമായി ബന്ധം. കാരണം കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും വർഗീയതയെ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് മതനിരപേക്ഷതയൊക്കെ പറയുമെങ്കിലും 4 വോട്ടിനു വേണ്ടി ഏത് വർഗീയതയുമായി കൂടിച്ചേരുന്നതിന് മടി കാണിച്ചിരുന്നില്ല. തൽക്കാലം വോട്ട് പോരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ കോലീബി സഖ്യമുണ്ടായത്. അത് അന്നത്തെ നിലയിൽ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും കോലീബി സഖ്യമുണ്ടാക്കി. അതിലൂടെ BJPക്ക് അഭിമതരായ ആളുകളെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും എത്തിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കേരളീയ സമൂഹം വലിയ ജാഗ്രത വർഗീയതയ്ക്കെതിരെ പുലർത്തുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ആ നീക്കം ഫലവത്തായില്ല. സാധാരണ കണക്ക് ശാസ്ത്രമനുസരിച്ച് 2x2 = 4 എന്ന കണക്ക് ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ ഇവർക്കെല്ലാമുള്ള പിൻബലം, വോട്ടിൻ്റെ പിൻബലം കണക്ക് കൂട്ടിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന കോലീബി സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. പക്ഷേ ആ കണക്ക് ശാസ്ത്രമല്ല, ജീവനുള്ള മനുഷ്യനാണല്ലോ ഇതിന് പ്രതികരിക്കേണ്ടത്. അവരുടെ പ്രതികരണം അവരുടെ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് മതനിരപേക്ഷതാ ബോധമായിരുന്നു, വർഗീയതയ്ക്കെതിരെയുള്ളതായിരുന്നു. അങ്ങനെയാണ് ആ 2 സ്ഥലത്തും ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അവിടെ അവരെ പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷേ നീക്കങ്ങൾ ഇവിടെ അവസാനിച്ചില്ല കേട്ടോ. പിന്നീടൊരു ഘട്ടത്തിൽ കേരളത്തിൽ UDF അധികാരത്തിലിരിക്കുമ്പോൾ RSSൻ്റെ ഒരു പ്രധാനി പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് 40 സീറ്റുകളിൽ ഞങ്ങൾ കൂടി പിന്താങ്ങിയത് കൊണ്ടാണ് എന്ന കാര്യം ഓർമ്മ വേണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നീക്കുപോക്കുകളും പരസ്പര ധാരണയും ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നതാണ് പിന്നീടുള്ള അനുഭവം. അത് മാറി മാറി എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് ഒരു BJP അംഗം അസംബ്ലിയിലേക്ക് ജയിച്ചു വരുന്ന നിലയുണ്ടായി. അങ്ങനെ ജയിച്ചു വരുമ്പോൾ കണ്ട കാര്യം സാധാരണഗതിയിൽ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ലഭിച്ചില്ല എന്നതാണ്. മത്സരിച്ച UDF സ്ഥാനാർത്ഥി തന്നെ പിന്നീടത് വ്യക്തമാക്കുന്ന നിലയുമുണ്ടായി. അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ BJP അക്കൗണ്ട് തുറന്നു എന്ന ആവേശത്തിലേക്ക് BJP മാറി. ഒരു സംശയവുമില്ലാതെ അതിന് സൗകര്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എന്നത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ